മീറ്റിംഗ് അല്ലാത്ത സമയത്ത് ഇവര് കണ്ടു കഴിഞ്ഞാല് അടിയാണ്, ഫൈറ്റാണ്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അതുമല്ല ഇവര് മറ്റേ പഴകിയ ഫുഡ് ഒരുപാട് കഴിക്കും. ഇഷ്ടം പോലെ രാവിലെ 8 മണി. അങ്ങനെ രണ്ടാം നാൾ 20 കിലോമീറ്റർ ദൂരമുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് പുലിയെ കാണാം എന്ന് ആഷിഖിന്റെ വാക്കും കേട്ട് ഞങ്ങൾ കാലത്ത് നേരത്തെ തന്നെ ബന്ദിപ്പൂരിലോട്ട് പോയി. പുലിയെ കണ്ട് ഷോക്കാകുന്നതിനേക്കാൾ ഞങ്ങൾ ഷോക്കായത് സഫാരി ടിക്കറ്റിന്റെ പ്രൈസ് കണ്ടിട്ടാണ്. അതൊന്നും പറയാൻ പറ്റില്ല, വളരെ ഓവർ റേറ്റഡ് ആണ്. എന്താടാ ഈ ജിപ്സി യാത്രയും 500 രൂപയൊക്കെ പോവാ. ബന്ദീപ്പ് മറ്റേ ബന്നാറ കട്ടയിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറേ സാധനം കാണും. എന്ത് സൈഡ് വിസിറ്റാണ് വരുന്നത്. ചൊളയിറക്കിയാലേ വല്ലതും നടക്കൂ എന്ന് പറഞ്ഞ് അനീഷ് ടിക്കറ്റ് എടുത്തു. നമ്മൾ കാണാൻ ചാൻസ് വളരെ വേറെ പലതും കാണാനോ നമുക്ക്. ആകാംക്ഷാഭരിതനായി വണ്ടിയിൽ കയറിയിരുന്ന എല്ലാവർക്കും കിട്ടി ഗൈഡ് ചേച്ചിന്റെ വക ഒരു ട്വിസ്റ്റ്. ബന്ദിപ്പൂർ എന്നത് 1000 കിലോമീറ്റർ വിസ്തീർണം ഉള്ള വലിയ കാടാണ്. എനിക്ക് അറിയാം നിങ്ങൾ മൃഗങ്ങളെ കാണാനാണ് ക്യാഷ് കൊടുത്ത് ഈ സഫാരി എടുത്തിരിക്കുന്നത് എന്ന്. എന്നാൽ ഞാൻ ഒരു സത്യം പറയാം, നിങ്ങൾ ഒരു തേങ്ങയും കാണാൻ പോകുന്നില്ല. ഇതുവേ എൻ കട്ടലേ, അതുവേ എൻ ശാസനം. അങ്ങനെ അവർ കാശും വാങ്ങിച്ച് കാട്ടിലെ കുറച്ച് ഉണങ്ങിയ മരങ്ങളും കാണിച്ച് തിരികെ കൊണ്ടുവിട്ടു. തലേ ദിവസം പോലെ ഈ ദിവസവും മൂഞ്ചി എന്നറിഞ്ഞ് ഞാൻ ചെന്നുപെട്ടത് ബെയർഗിൾസിന്റെ മടയിൽ. കാടും കാട്ടുവാസിയും കാട്ടുപഴങ്ങളും കാട്ടുവർഗ്ഗങ്ങളും എല്ലാം അറിയുന്ന ഞങ്ങളുടെ ടീമിലെ എൻസൈക്ലോപീഡിയ. പറയുന്നത് മുഴുവൻ തള്ളാണെങ്കിലും കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇവര് കണ്ടു കഴിഞ്ഞാല് അടിയാണ്, ഫൈറ്റാണ്. മീറ്റിംഗ് സമയത്ത് മാത്രം ഈ ആണും പെണ്ണും തമ്മിൽ അടി ഉണ്ടാവും. ഒരു ടൈഗർ ഒരു ഉണ്ടാവും. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. തറവാടിയാണ്. വേറൊരു ജീവി ആക്രമിച്ചല്ലെങ്കിൽ വേറൊരു ടൈഗർ ആക്രമിച്ച ഫുഡ് ഈ ടൈഗർ കഴിക്കുക, വേറൊരു ടൈഗർ കഴിക്കുക. മഞ്ഞമര അതുമല്ല തറവാടികളാണ്. പക്ഷെ ടൈഗർ മറ്റേ പഴകിയ ഫുഡ് ഒരുപാട് കഴിക്കും. കടുവ പഴകിയ ഫുഡ് ഒരുപാട് കഴിക്കും. അതാണ് ഓ നീ കൊടുത്തു നോക്കടാ. വിളിക്കായിരുന്നു. കടുവ കഴിക്കില്ല. എന്താ കഴിക്കൂടാ? കടുവ വേട്ടയാടിച്ചേ കഴിക്കുള്ളൂ. അതെങ്ങനെ വേട്ടയാടിച്ച് വെച്ചോണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പഴകിയ ഫുഡ് ഒരുപാട് കഴിക്കും. അതായത് ഇപ്പൊ വിശപ്പ് തീരുന്നേരം അതിന് വെച്ചോണ്ടിരിക്കും. കഴിച്ചു പക്ഷേ ഈ പുലി സിംഹങ്ങള് ഇതൊക്കെ ഇല്ലേ അധികം അതുകൊണ്ട് വെച്ചോണ്ടിരിക്കില്ല. പകുതി കഴിച്ചിട്ട് അത് ചെറുതായിട്ട് പഴയുന്നതാണ് അതിനെ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടു. അതിന്റെയാണ് വേസ്റ്റുകൾ മറ്റേത് കഴിക്കുന്നത്. അതിനെയൊക്കെ അതേമാണ്. ബെയർഗിൾസിന്റെ ക്ലാസ് കേട്ടിരുന്ന് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ആനയെയും കടുവയെയും കരടിയെയും കാണാമെന്ന ഞങ്ങൾ ആനയെങ്കിലും കണ്ടല്ലോ എന്ന ചാരുതാർത്ഥ്യത്തിൽ മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്ക് തിരിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത ട്രിപ്പ് അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണോ? അല്ല, ഊട്ടിലോട്ടല്ലേ? ഊട്ടി വൺ മോർ. ഊട്ടിക്ക് പോകണം. പുലിയും മാനും മയിലൊന്നുമില്ല, ഓൺലി നല്ല ലൊക്കേഷൻ മാത്രം. ഊട്ടി. ജവാൻ അങ്ങനെയല്ലടാ, ഞാനൊരു ജവാനാണ്, ഞാൻ എന്റെ കുപ്പിയാണ്. ഊട്ടിയിലേക്ക് പോകുന്ന വഴി ഹെയർപിൻ ബെൻഡുകൾ കയറിയപ്പോൾ പറന്നുപോയ കിളി തിരിച്ചു വരാനായി ഞങ്ങൾ സൈഡിലേക്ക് വണ്ടി ഒതുക്കി.
അവിടുത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു. അല്പനേരം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഊട്ടിയിലേക്ക് യാത്രയായി. പണ്ട് ഇവിടെ ആദിവാസികൾ താമസിക്കുന്ന സമയത്ത് ക്യാരറ്റ് കൃഷിയായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പൊ തിന്നാൻ വേണ്ടിയിട്ട് പന്നികൾ വരും. അപ്പൊ അതിനെ കൊല്ലാനായിട്ട് ഒരു ഊട്ടുപൂജ ചെയ്യും. മനസ്സിലായ? അങ്ങനെ ഊട്ടുപൂജ ചെയ്ത് ഊട്ടി ആയതാണ്. സത്യസന്ധമായ കുറച്ച് കഥകൾ അനീഷിന് ഞാൻ പറഞ്ഞു കൊടുത്തു. ശേഷം ഊട്ടിയിലെ ആരും കാണാത്ത ഒരു ടെമ്പിളായ ടോഡ ടെമ്പിളിലേക്ക് യാത്രയായി. അവിടെ നമ്മൾ പോകേണ്ട വഴിയിൽ പോലീസുകാർ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം, പോകാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചു നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ട്രസ് പാസിങ് ചെയ്ത് അഡ്വഞ്ചർ ആയിരിക്കും. നമുക്ക് പോകാൻ എന്തായാലും. ഒരു അടിപൊളി അമ്പലമുണ്ട് അവിടെ, നോക്കാം. സെറ്റാണ്. എൻ്റെ കൂടെ ജവാനുണ്ട്. എന്താ ചോദിക്കണ്ടത്? നമ്മൾ എന്താ പോയി ചോദിക്കണത് വെച്ച് കഴിഞ്ഞാൽ, നമ്മ നേരെ പോയിട്ട് ചോദിക്കുന്നു ബോട്ട് വിട്ടു തരുമെന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് പറയുന്നു ബോട്ട് തരില്ല എന്ന് പറയുന്നത്. ടോഡ ടെമ്പിളിലേക്ക് പോകാനായി ധൈര്യപൂർവ്വം ഞാനും അനീഷും അവിടെ നിന്നിരുന്ന പോലീസുകാരനോട് അനുവാദം ചോദിക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ് മൂഞ്ചി സംഭവം അവിടെ കടത്തിവിടില്ല. ജവാനെ നമ്പിപ്പോയ ഞാൻ ഇപ്പോൾ ടോഡ ടെമ്പിളിലേക്കുള്ള യാത്ര മുടങ്ങിയതുമൂലം ഞങ്ങൾ ഊട്ടിയിൽ ആരും ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക് പോവാനായി തീരുമാനിച്ചു. അതെ, ആരും ഇതുവരെ പോവാത്ത ഒരേ ഒരു സ്ഥലം പൈൻ ഫോറസ്റ്റ്. ഗൈസ് നമ്മൾ അങ്ങനെ പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോവാ. പറ. അതെ, ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാണ് ഗൈസ്. പൈൻ ഫോറസ്റ്റ് മരങ്ങളെക്കാൾ ഞങ്ങളുടെ കണ്ണുടക്കിയത് അവിടെയുള്ള സുന്ദരിമാരിലേക്കായിരുന്നു. എന്റെ ഭയം വേറൊന്നിലായിരുന്നു. ഈ വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യമാരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് എന്റെ മനസ്സിൽ. എവിടെയോ എന്തോ ഒരു തകരാറ്. ഇതെന്താണെന്നറിയോ? ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് പോവാമെന്നുള്ള ഒരു ഉദാഹരണം. അത് വരുന്നു, ലെഫ്റ്റ് പറയുന്നു, റൈറ്റ് പറയുന്നു, തിരിയുന്നു, പോകുന്നു, കണ്ടിടുന്നു, ഗ്രൂപ്പിൽപ്പെട്ട അല്പനേരം പൈൻ ഫോറസ്റ്റിൽ സമയം ചെലവഴിച്ച് ഞങ്ങൾ നേരെ പോയത് പോലീസ് വിലക്കിയ ടോഡ ടെമ്പിളിലേക്കാണ്. അതെ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ട്രസ് പാസിംഗ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ട്രസ് പാസിംഗ് ചെയ്ത് അഡ്വഞ്ചർ ആയിരിക്കും. ഏതു സാഹസ്യവും ഏറ്റെടുക്കുന്നവനാണ് ഈ വിഷ്വൽ ജിത്ത് വ്ലോഗ്. ടോഡ ടെമ്പിൾ, ആ പേര് തന്നെ ഞങ്ങളെ പുളകം കൊള്ളിച്ചു. ടോഡ ടെമ്പിൾ സൺ ടിവി. ടോഡ ജനങ്ങളുടെ പരമ്പരാഗതമായ അമ്പലമാണ് ടോഡ ടെമ്പിൾ. ടോഡ ജനങ്ങൾ നീലഗിരി മലകളിൽ വസിക്കുന്ന ചെറിയൊരു ട്രൈബ്സ് ആണ്. കാലമെത്ര കഴിഞ്ഞാലും ടോഡക്കാർ അവരുടെ പഴമയും സംസ്കാരവും ഇന്നും സംരക്ഷിച്ചു പോകുന്നു. അതിനുദാഹരണമാണ് അവർ വർഷം വർഷം പൂജ ചെയ്യുന്ന ടോഡ ടെമ്പിളും അവരുടെ പൂർവികർ ഉണ്ടാക്കിയ വീടും. അങ്ങനെ ഞങ്ങൾ ഈ ദുരന്തയാത്ര അവസാനിപ്പിക്കുന്നു.
അടുത്ത വീഡിയോ വരും വരെ കാത്തിരിക്കുക.